കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, രാവിലെ നമ്മൾ വെളുപ്പിന് മലയാറ്റൂർക്ക് പോവാണെന്ന്. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ വെളുപ്പിന് മലയാറ്റൂർക്ക് പോകാൻ തോന്നും. നമ്മളൊരു 4:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ അപ്പേനെയും അമ്മേനെയും സോനിനെയും പോയി പിക്ക് ചെയ്തിട്ട് നേരെ മലയാറ്റൂർക്ക് വിട്ടിട്ടോ. ഒരുപാട് ടൈമൊന്നും നമുക്ക് എടുത്തില്ല കേട്ടോ. നമ്മൾ 5 മണിയായപ്പോൾ തന്നെ മലയാറ്റൂർ എത്തി. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിയൊക്കെ മേടിച്ചിട്ട് വേഗം തന്നെ കയറാൻ തുടങ്ങിയിട്ടാണ്. നമ്മൾ താഴെ പോയി പ്രാർത്ഥിച്ചിട്ടാണ് മലയാറ്റൂർ കയറി തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ തിരിയൊക്കെ കത്തിച്ചിട്ട് കയറാൻ പോവാണേ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കുരിശിൻ്റെ വഴിയുടെ ബുക്കൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ലുവാനുകുട്ടിനെ മാറി മാറി എടുക്കണ കാരണം കുരിശിൻ്റെ വഴിയുടെ ബുക്ക് ചെല്ലി വായിച്ചിട്ട് കയറാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കങ്ങനെ അവനെ എടുത്തിട്ട് അങ്ങനെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പണ്ടൊക്കെ ഞാൻ നല്ല സൂപ്പറായിട്ട് കയറി പോകുമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഡെലിവറി ഒക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെ അങ്ങോട്ട് കയറി പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പോണ വഴിക്ക് അവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ കണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സമയം നമ്മൾ എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ മല കയറിയിട്ട് ലുവാനുവിനെ മല കയറ്റണം എന്ന് അപ്പൊക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് നമ്മൾ മലയാറ്റൂർക്ക് പോയത്. അപ്പോൾ ഈ പ്രാവശ്യം കയറിയപ്പോൾ എല്ലാവരും മാറി മാറി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. പക്ഷേ കയറി തുടങ്ങിയപ്പോൾ ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് അപ്പയും സ്റ്റേജിനും മാറി മാറിയാണ് അവനെ എടുത്തത്. മുകളിൽ കയറിയപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് വെള്ളം കഴിച്ചിട്ട്. പക്ഷെ അവിടെ തണുത്ത വെള്ളമൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ പിന്നെ മാംഗോ ബാറാണ് എല്ലാവരും മേടിച്ചത്. അതും കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ പിന്നെ മല ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ വലിയ വലിയ കൃഷികളൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ ആന കുത്തിയ പള്ളിയിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചാപ്പലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കയറിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഇന്നലെ ഇവിടെയൊക്കെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അത്ര പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതേ അമ്മാമ്മ ലുവാനുവിന്റെ കുഞ്ഞിക്കായി നിറച്ചും ചില്ലറ പൈസ കൊടുത്തിട്ട് അവനെ കൊണ്ട് പൊന്നുകുരിശിന്റെ അവിടെ നിറച്ചിടിക്കാനായിട്ടേ കണ്ടത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നല്ല കാറ്റായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അപ്പൊ അതിന് ആ ഗ്യാപ്പിലെ ലുവാനുവിന് നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആ ഫുഡ് അവന് കൊടുക്കണേണ്. ഓശാനയും കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മലയാറ്റൂർ. അപ്പൊ നമ്മൾ കയറുന്ന വഴി കുർബാന കൂടിയിട്ടാണ് കയറിയത്. അപ്പൊ കറക്റ്റ് നമ്മൾ മുകളിലെത്തിയ സമയത്താണ് അവിടെ കുരുത്തോല കൊടുക്കണ്ടായിരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഇടിയിട്ടാണ് ആൾക്കാർ കുരുത്തോല മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ. അപ്പൊ നമ്മളും അതിന്റെ ഇടയ്ക്ക് കൂടി പോയി ഒരു കുരുത്തോലൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ലുവാനുകൂടനാണെങ്കിൽ ഒരു ചേട്ടൻ്റെ കുഞ്ഞു കുരുത്തോല കൊണ്ടുവന്ന് കൈ പിടിപ്പിച്ചു കൊടുത്തിട്ടാ. പിന്നെ നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് കുറച്ചും കൂടി പോകുന്ന കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ഇപ്പൊ സിലിണ്ടറിന്റെ ഇഷ്യൂ ഉള്ള കാരണം എല്ലായിടത്തും അങ്ങനെ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചും കൂടി പോകുന്ന കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. അപ്പൊ ഞങ്ങളെല്ലാവരും മസാല ദോശയാണ് കഴിച്ചത്. സ്റ്റേജിന് മസാല ദോശ വേണ്ടാത്ത സ്റ്റേജ് പൊറോട്ട വെച്ചിട്ട്. സാധാരണ നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് താഴത്തെ പടിയിലൊക്കെ കയറാറുണ്ട് കേട്ടോ. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ അവിടെ കയറിയില്ലായിരുന്നു. പിന്നെ തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓശാന ദിവസത്തെ മലയാറ്റൂർ യാത്രയുടെ വിശേഷങ്ങൾ. അപ്പൊ ഇനി വരും വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ, ബൈ.